എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് കുടിയൊഴിപ്പിക്കലിനെതിരെ അരങ്ങേറിയത്. സ്ഥലത്തെത്തിയ അഭിഭാഷക കമ്മീഷനെ നാട്ടുകാർ തടഞ്ഞു എന്നും വിവരമുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ പുതുതായി ജോയിൻ ചെയ്ത റാഫി കരീമാണ്. റാഫി, ഗുഡ് ഈവനിങ്. അപ്പോൾ വലിയ പ്രതിഷേധമാണ്, പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള വിവരം? ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. നിലവിൽ അഭിഭാഷക കമ്മീഷൻ ആ നടപടികൾ പൂർത്തിയാക്കാതെ തന്നെ പരിയത്തുകാവിൽ നിന്ന് മടങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അഭിഭാഷക കമ്മീഷൻ കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു 12ാം തവണ ഈ പരിയത്തുകാവിലെ 8 കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയത്. എന്നാൽ ശക്തമായ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് മുന്നിൽ ഈ 12ാം തവണയും അഭിഭാഷക കമ്മീഷന് ആ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. പോലീസിനെതിരെ കോടതി ലക്ഷ്യത്തിന് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അഭിഭാഷക കമ്മീഷൻ മടങ്ങിപ്പോകുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. കാരണം കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ ഒരു തരത്തിലുമുള്ള സഹായം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് അഭിഭാഷക കമ്മീഷൻ പറയുന്നത്. അഭിഭാഷക കമ്മീഷന് സുരക്ഷയൊരുക്കാനോ അല്ലെങ്കിൽ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നാട്ടുകാരെ അവരുടെ പ്രതിഷേധത്തെ അതിനെതിരെ പ്രതിരോധിക്കാനോ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അഭിഭാഷക കമ്മീഷൻ ആരോപിക്കുന്നത്. എന്തായാലും 12ാം വട്ടവും അഭിഭാഷക കമ്മീഷൻ നടപടികൾ പൂർത്തിയാക്കാതെ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നൊരു കാഴ്ചയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ 11 തവണയും നാട്ടുകാർ ശക്തമായ പ്രതിഷേധമായിരുന്നു ഈ അഭിഭാഷക കമ്മീഷനെതിരെ നടത്തിയത്. അതേ രീതിയിലുള്ള പ്രതിഷേധം തന്നെ 12ാം വട്ടവും നടത്തി. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 50 വർഷത്തിലധികമായി നടക്കുന്ന ഒരു നിയമ പോരാട്ടമാണ് ഇത്. ഈ അവിടുത്തെ ജനങ്ങളെ 2 ഏക്കർ 69 സെൻറ്റ് സ്ഥലത്ത് താമസിക്കുന്ന 8 കുടുംബങ്ങൾക്കെതിരെ സ്വകാര്യ വ്യക്തി നൽകിയ കണ്ണോട്ട് ശങ്കരൻ നായർ എന്ന വ്യക്തി നൽകിയ ഒരു പരാതിയായിരുന്നു, ഒരു ഹർജിയായിരുന്നു. അത് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിലായിരുന്നു ഹർജി ആദ്യം എത്തിയത്. അവിടെ നിന്ന് ഇപ്പോൾ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുമ്പോൾ ഈ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ നടത്തിയ ഒരു പോരാട്ടം, അത് 60 വർഷത്തോളം നീണ്ടൊരു പോരാട്ടമായിരുന്നു. അത്ര തന്നെ കാലമായ കുടുംബങ്ങൾ അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ വിട്ട് പോകാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും കുടുംബങ്ങളുള്ളത്. എന്നാൽ ഈ കുടുംബങ്ങൾക്ക് ചില ഓഫറുകൾ ഈ സ്വകാര്യ വ്യക്തി നൽകിയിട്ടുണ്ട്. ഈ തർക്കഭൂമിയിൽ നിന്ന് മാറുന്നതിന് 5 സെൻറ്റ് വെച്ച് 8 കുടുംബങ്ങൾക്ക് നൽകാം എന്നതടക്കമുള്ളതാണ് ഓഫറുകൾ. എന്നാൽ ഇതൊന്നും തന്നെ സ്വീകരിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. അഭിഭാഷക കമ്മീഷനെതിരെ ഈ നാട്ടുകാരും പ്രതിഷേധക്കാരും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഈ പ്രദേശം അളക്കാതെ അഭിഭാഷക കമ്മീഷൻ കോടതിയിൽ തെറ്റായ ഒരു റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ്. നേരത്തെ 11 വട്ടവും അഭിഭാഷക കമ്മീഷൻ ഈ പ്രദേശത്ത് എത്തുമ്പോൾ ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം അളന്ന് തിട്ടപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പറഞ്ഞ നിർദ്ദേശം അഭിഭാഷക കമ്മീഷന് പൂർത്തിയാകാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്നാൽ ഇത് തെറ്റായി ഈ അളവ് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു റിപ്പോർട്ട് ഈ അഭിഭാഷക കമ്മീഷൻ ജയപാൽ കോടതിയിൽ നൽകിയെന്നും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശം ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം ഈ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നതെന്നുമാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. അതിനെതിരെ നിയമ നടപടി ആരംഭിക്കുകയാണ് ഈ പ്രദേശവാസികൾ ചെയ്തിരിക്കുന്നത്. ഈ ജയപാലിൻ്റെ നീക്കങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ തെറ്റായ റിപ്പോർട്ട് കോടതിയിൽ നൽകിയെന്നുമുള്ളത് ആരോപിച്ചുകൊണ്ട് നിയമ നടപടികളിലേക്ക് ഇതിനോടകം കടക്കുകയാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ. എന്തായാലും ഇവരുടെ സമരത്തിന്, ഇവരുടെ പ്രതിഷേധത്തിന് CPMൻ്റെ പിന്തുണയുണ്ട്. ഈ CPM പിന്തുണയോടുകൂടിയാണ് ശക്തമായ പ്രതിഷേധ സമരം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കോടതി ഉത്തരവുമായി അഭിഭാഷക കമ്മീഷൻ എത്തിയാലും ശക്തമായി തന്നെ പ്രതിരോധിക്കാനാണ് അവിടുത്തെ ജനങ്ങളുടെ തീരുമാനം.